നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിനി ചന്ദ്ര. ഇന്നത്തെ പ്രധാന സംഭവവികാസങ്ങളിലേക്ക്. ബസ്സുകളുടെ മത്സരയോട്ടം. അപകടത്തിൽ മധ്യവയസ്കന് ദാരുണാന്ത്യം. തേവലക്കര മുള്ളിക്കാല സ്വദേശി അബ്ദുൾ മുത്തലിഫാണ് മരിച്ചത്. ബസ്സിനടിയിലേക്ക് തെറിച്ചു വീണ മുത്തലിഫിന്റെ ശരീരത്തിലൂടെ ബസിന്റെ പിൻചക്രം കയറിയിറങ്ങി. ചവറയ്ക്ക് അഭിമാനമായി 4 കോടിയുടെ ടൂറിസം പദ്ധതി. ചവറ മുക്കുത്തോട് TS കനാലിന് സമീപമുള്ള 124.9 സെന്റ് സ്ഥലത്താണ് പദ്ധതി. ഹാബിറ്റാറ്റ് ടെക്നോളജി ഗ്രൂപ്പിനാണ് നിർമ്മാണ ചുമതല. ഭിന്നശേഷി വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് ലഭിച്ചില്ല. പ്രതിഷേധവുമായി രക്ഷിതാക്കൾ. നഗരസഭാ ചെയർപേഴ്സന്റെ ഓഫീസ് മുറിയിൽ കുത്തിയിരിപ്പ് സമരം നടത്തി. CDPOയ്ക്ക് വന്ന പിഴവാണ് സ്കോളർഷിപ്പ് ലഭിക്കാൻ വൈകുന്നതെന്ന് രക്ഷിതാക്കൾ. കരുനാഗപ്പള്ളി താലൂക്ക് ആശുപത്രിയിൽ ദന്തൽ വിഭാഗത്തിൽ നവീകരിച്ച ഡിജിറ്റൽ സിറാമിക് ലാബ്. ലാബിൽ സ്ഥിരമായി പല്ലുകൾ വെക്കുന്നതിനുള്ള സൗകര്യം. സംസ്ഥാനത്ത് അപൂർവം സർക്കാർ ആശുപത്രികളിൽ മാത്രമുള്ള ഉപകരണങ്ങൾ. വിശദമായ വാർത്തകളിലേക്ക്. ബസ്സുകളുടെ മത്സരയോട്ടത്തിൽ മധ്യവയസ്കന് ദാരുണാന്ത്യം. തേവലക്കര മുള്ളിക്കാല സ്വദേശി അബ്ദുൾ മുത്തലിഫാണ് മരിച്ചത്. ബുധനാഴ്ച രാവിലെ പടപ്പനാൽ കല്ലുംപുറത്ത് ജംഗ്ഷനിലായിരുന്നു അപകടം. അമിത വേഗത്തിലെത്തിയ ബസ് സ്കൂട്ടറിനെ മറികടക്കുന്നതിനിടെ ഇടിക്കുകയായിരുന്നു. ബസ്സിനടിയിലേക്ക് തെറിച്ചു വീണ മുത്തലിഫിന്റെ ശരീരത്തിലൂടെ ബസിന്റെ പിൻചക്രം കയറിയിറങ്ങുകയായിരുന്നു. ചവറ ശാസ്താംകോട്ട പാതയിൽ സ്വകാര്യ ബസ് സ്കൂട്ടറിലിടിച്ചാണ് നിർമ്മാണ തൊഴിലാളിക്ക് ദാരുണാന്ത്യം സംഭവിച്ചത്. തേവലക്കര മുള്ളിക്കാല സ്വദേശി അബ്ദുൾ മുത്തലിഫാണ് മരിച്ചത്. 63 വയസ്സായിരുന്നു. ബുധനാഴ്ച രാവിലെ പടപ്പനാൽ കല്ലുംപുറത്ത് ജംഗ്ഷനിലായിരുന്നു അപകടം. ശാസ്താംകോട്ട ഭാഗത്തേക്ക് പോവുകയായിരുന്നു ഇരുവാഹനങ്ങളും. സ്കൂട്ടറിനെ മറികടക്കുന്നതിനിടെ അമിത വേഗതയിലെത്തിയ ബസ് സ്കൂട്ടറിനെ തട്ടുകയും മറിഞ്ഞു വീണ ഉടൻ അബ്ദുൾ മുത്തലിഫ് ബസ്സിനടിയിൽപ്പെടുകയും പിൻചക്രം കയറിയിറങ്ങുകയുമായിരുന്നു. 7 മിനിറ്റോളം റോഡിൽ കിടന്ന ഇദ്ദേഹത്തെ ആശുപത്രിയിലെത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. സ്കൂട്ടർ ഓടിച്ചിരുന്ന രാധാകൃഷ്ണപിള്ള നിസ്സാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു. കൊല്ലം പത്തനംതിട്ട റൂട്ടിൽ സർവീസ് നടത്തുന്ന KSRTC ബസ് പിന്നിൽ വരുന്നത് കണ്ട് മരണപ്പാച്ചിൽ നടത്തിയ സഫ എന്ന ബസ്സാണ് അപകടത്തിന് കാരണമായതെന്ന് നാട്ടുകാർ പറഞ്ഞു. ബസ്സും ട്രാൻസ്പോർട്ടുമായിട്ട് മത്സരയോട്ടമാണ്. ഇന്നലെ ഒരു ആക്സിഡന്റ് നടന്നു. ഇന്നിപ്പോൾ ഒരാൾ ഒരു മത്സരയോട്ടം കാരണം ഒരാളുടെ ജീവൻ പോയി. അപ്പോൾ ഞാൻ ഇവിടെ പോകുന്ന ആൾക്കാരെ ബസ്സുകാരെടുത്ത് വിളിച്ച് ഒരു ബോധവൽക്കരണം നടത്താൻ വേണ്ടിയുള്ള ഒരു പ്ലാനാണ്. അതിനുവേണ്ടി ഞങ്ങൾ ജനകീയ കൂട്ടായ്മ സംഘടിപ്പിച്ച ഒരു പ്രതിഷേധമാണ്. അതിന്റെ പരിപാടിയാണ് നടന്നത്. 300 മീറ്റർ അകലെ കഴിഞ്ഞ ദിവസം സ്വകാര്യ ബസും ബൈക്കും കൂട്ടിയിടിച്ച് 2 പേർക്ക് പരിക്കേറ്റിരുന്നു. KSRTC സ്വകാര്യ ബസ്സുകളുടെ മത്സര ഓട്ടത്തിനെതിരെ പടപ്പനാൽ ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധവും സംഘടിപ്പിച്ചു. ഇന്നലെ ഒരു വണ്ടി ഇരുന്നവെല്ലാം കൂടെ ഇറങ്ങി വണ്ടി പൊക്കി അവന്മാര് വെളിയിലെടുത്തത്. 10 മിനിറ്റോളം അവന്മാര് വണ്ടി കടിയിട്ട് 10 മിനിറ്റോളം കാല് കുടുങ്ങിയിട്ട്. ഇന്നും അതേ കണക്ക് തന്നെ ആ സെയിം അവസ്ഥ. അവിടുന്ന് ഒരു 50-100 മീറ്റർ ഇപ്പുറത്തോട്ട് മാറി അപ്പുറത്ത് ആ ഒരു ജൂവലറിയുടെ മുമ്പിൽ വെച്ചിട്ട് വഴി കൂടെ പോയെന്നൊരു വണ്ടി വഴിയിൽ കൂടി പോയെന്നൊരു തെറ്റ് മാത്രമേ ചെയ്തോളൂ. വണ്ടിയുടെ പുറകെ ഇരുന്ന ഒരു നിരപരാധി ആ വയറ്റത്തൂടെ വണ്ടി കെട്ടിക്കൊണ്ട് പോയത്. വീട്ടിലേക്ക് ഒരുപാട് പ്രതീക്ഷയോടെ ആൾക്കാർ ഇറങ്ങുന്നത്. 2 ദിവസം ചിലപ്പോൾ നിങ്ങൾ ജീവനാണ് വില എന്ന മുന്നറിയിപ്പ് സന്ദേശം എഴുതിയ സ്റ്റിക്കർ ബസ്സിൽ പതിച്ചു. ബസ് ഡ്രൈവർമാർക്ക് വേഗം കുറച്ചു പോകാൻ നിർദ്ദേശവും നൽകി. ഇന്നിപ്പോ 50 മീറ്റർ മാറി അടുത്തതാണ് നേരത്തൂടെ വണ്ടി കയറ്റി ഇറങ്ങി ആള് മരിച്ചു. നിങ്ങളും പ്രൈവറ്റുകാരോട്ടുള്ള മത്സരമുണ്ട് റോഡിൽ സ്ഥിരം. സ്വാഭാവികം ഇന്നലെ സംഭവിച്ചത് അതന്നെ, ഇന്ന് സംഭവിച്ചത് തന്നെ. അപ്പൊ അതുകൊണ്ട് നിങ്ങളൊന്ന് വേണാട് കട്ടി കയറുന്ന വേണാട് കുറെ വരുന്നതിന്റെ പേര് നോക്കാതെ വീഡിയോക്കകത്ത് വ്യക്തമായിട്ട് കാണാം. റോഡ് ഇഷ്ടംപോലെ സ്ഥലമായി കിടപ്പുണ്ട്. മത്സരം നോക്കാതെ പടപ്പനാളിൽ എത്ര ആളുണ്ടാവും എന്നുള്ള ഒരു ടെൻഷൻ നിൽക്കുന്ന വരെയാണ്. ന്യൂസ് ബ്യൂറോ, ചവറ.
കുണ്ടറയിൽ വാഹന പരിശോധനയ്ക്കിടെ മോട്ടോർ വെഹിക്കിൾ ഉദ്യോഗസ്ഥരെ അസഭ്യം പറഞ്ഞ യുവാവ് അറസ്റ്റിൽ. മൈനാഗപ്പള്ളി സ്വദേശി ജിനോ ജോൺസൺ ആണ് അറസ്റ്റിലായത്. MVD ഇൻസ്പെക്ടർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർക്ക് നേരെയാണ് യുവാവ് അസഭ്യ വർഷം നടത്തിയത്. കുണ്ടറയിൽ വാഹന പരിശോധനയ്ക്കിടെയാണ് മോട്ടോർ വെഹിക്കിൾ ഉദ്യോഗസ്ഥരെ യുവാവ് അസഭ്യം പറഞ്ഞത്. കഴിഞ്ഞ ദിവസം രാത്രി 8 മണിയോടെ കുണ്ടറ ആശുപത്രിമുക്കിലായിരുന്നു സംഭവം നടന്നത്. കൊല്ലം RTO എൻഫോഴ്സ്മെന്റ് യൂണിറ്റിലെ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറെയും കൂടെയുണ്ടായിരുന്ന ഉദ്യോഗസ്ഥരെയുമാണ് ഇയാൾ അസഭ്യം പറഞ്ഞത്. സംഭവത്തിൽ മൈനാഗപ്പള്ളി സ്വദേശി ജിനോ ജോൺസൺ പിടിയിലായി. വാഹനത്തിന് പെറ്റി അടയ്ക്കാറായോ എന്ന് ചോദിച്ചായിരുന്നു തെറിവിളി. അറസ്റ്റ് ചെയ്ത് പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചിട്ടും പ്രതി ബഹളം തുടർന്നു. നിങ്ങളുടെ ശേഷം ഈ കണ്ടന്മാരൊക്കെ വന്ന് വീഡിയോ എടുത്തോണ്ട് പോകുന്നത് സാറേ, ഇതെന്തോ ഈ കാണിക്കുന്നത്? ഈ ശേഷം ഇങ്ങനെ വീഡിയോ എടുക്കാൻ പറ്റുമോ? അങ്ങനെ അത് എല്ലാവരും വീഡിയോ എടുത്തോളാം. പോലീസ് കയറി സാറേ, നിങ്ങൾ എന്തോ സാറേ ഇതൊക്കെ വീഡിയോ എടുക്കുന്നത്? പോലീസ് കയറിയില്ലാന്നോ വീഡിയോ എടുക്കുന്നത്? ഒരു മര്യാദയില്ലേ നിങ്ങളൊക്കെ? എന്തോ സാറേ ഞാനൊന്ന് പൊട്ടനാ? അയാളെന്തോ ഈ വീഡിയോ എടുക്കുന്നത്? ന്യൂസ് ബ്യൂറോ, കുണ്ടറ. CS സുബ്രഹ്മണ്യൻ പോറ്റി സ്മാരക പുരസ്കാരം MS സുമേഷ് കൃഷ്ണന്. എന്റെയും നിങ്ങളുടെയും മഴകൾ എന്ന കവിതാ സമാഹാരത്തിനാണ് പുരസ്കാരം. CS സുബ്രഹ്മണ്യൻ പോറ്റി ലൈബ്രറിയും കരുനാഗപ്പള്ളി ടൗൺ ക്ലബ്ബും ചേർന്നാണ് പുരസ്കാരം ഏർപ്പെടുത്തിയിട്ടുള്ളത്. 15,000 രൂപയും ഫലകവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. എഴുത്തുകാരനും സാമൂഹ്യ പരിഷ്കർത്താവുമായിരുന്ന CS സുബ്രഹ്മണ്യൻ പോറ്റിയുടെ സ്മരണാർത്ഥം ഏർപ്പെടുത്തിയ CS സുബ്രഹ്മണ്യൻ പോറ്റി സ്മാരക പുരസ്കാരം MS സുമേഷ് കൃഷ്ണന്. എന്റെയും നിങ്ങളുടെയും മഴകൾ എന്ന കവിതാ സമാഹാരമാണ് പുരസ്കാരത്തിന് അർഹമായത്. CS സുബ്രഹ്മണ്യൻ പോറ്റി ലൈബ്രറിയും കരുനാഗപ്പള്ളി ടൗൺ ക്ലബ്ബും ചേർന്ന് ഏർപ്പെടുത്തിയിട്ടുള്ളതാണ് പുരസ്കാരം. 15,000 രൂപയും ഫലകവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. പ്രൊഫസർ C ശശിധരക്കുറുപ്പ്, ഡോക്ടർ ക്ലാപ്പന പത്മകുമാർ, ഡോക്ടർ സുരേഷ് മാധവ് എന്നിവരടങ്ങുന്ന ജഡ്ജിംഗ് കമ്മിറ്റിയാണ് അവാർഡിന് അർഹമായ കൃതി തെരഞ്ഞെടുത്തത്. തിരുവനന്തപുരം നെയ്യാറ്റിൻകര ആറാലുമൂട് സ്വദേശിയാണ് NS സുമേഷ് കൃഷ്ണൻ. നവംബർ 24-ന് കരുനാഗപ്പള്ളി ടൗൺ ക്ലബ്ബിൽ ചേരുന്ന CS സുബ്രഹ്മണ്യൻ പോറ്റി അനുസ്മരണത്തിൽ പുരസ്കാരം സമർപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. നമുക്കും നിങ്ങൾക്കും അറിവുള്ളതുപോലെ CS സുബ്രഹ്മണ്യൻ പോറ്റി എന്ന് പറഞ്ഞ മഹാനായ എഴുത്തുകാരൻ, വാഗ്മി, സാമൂഹ്യ പരിഷ്കർത്താവ്, അദ്ദേഹത്തിൻ്റെ നാമധേയത്തിൽ ഈ ടൗൺ ക്ലബ്ബിൽ സ്ഥാപിച്ചിട്ടുള്ള CS സുബ്രഹ്മണ്യൻ പോറ്റി ലൈബ്രറിയുടെ പേരിലാണ് അദ്ദേഹത്തിന് 2ാമത് അവാർഡുകൾ നൽകാൻ നിശ്ചയിച്ചിട്ടുള്ളത്. അതിൽ 70ഓളം കവിതകളാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. പുസ്തകങ്ങളാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അതിൽ നിന്ന് ഒരു 6 വായന നടത്തി വളരെ പ്രഗത്ഭരായി വിളിച്ചിരുത്തി അത് വായിപ്പിച്ച് ആ 70 കവിതകളും വായിപ്പിച്ച് അതിൽ നിന്ന് 10ഓളം കവിതകൾ എടുക്കുകയും അതിൽ 6 എണ്ണം ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് വളരെ പ്രഗത്ഭരായ ജൂറികളെ കൊണ്ട് അത് പരിശോധിപ്പിച്ചാണ് ഈ അവാർഡ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. പ്രൊഫസർ R അരുൺകുമാർ, ഇടക്കുളങ്ങര ഗോപൻ, S ശിവകുമാർ, NS അജയ്കുമാർ, B ജയചന്ദ്രൻ, N അജികുമാർ, MD ഹരികുമാർ, സജീദ് തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. CS സുബ്രഹ്മണ്യൻ പോറ്റി സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥലമാണ് ടൗൺ ക്ലബ്ബും ഇതിൻ്റെ പരിസരങ്ങളും. ഇത് വളരെ പ്രധാനപ്പെട്ടതായ 150ാമത് ജന്മവർഷം ആചരിക്കുന്ന ഒരു സമയമാണ്. അതുകൊണ്ടാണ് നമ്മുടെ CS സുബ്രഹ്മണ്യൻ ലൈബ്രറിയെ സംബന്ധിച്ചോളം ഇത് 2ാമത്തെ പുരസ്കാരമാണ്. കഴിഞ്ഞ വർഷം ആദ്യത്തെ പുരസ്കാരം നൽകിയത് നമ്മുടെ G സുധാകരൻ സാറാണ്. ഇത്തവണ വയലാറിൻ്റെ മകൻ ശരത്ചന്ദ്രൻ സാറാണ്. MSN കോളേജിലെ മലയാളത്തിൻ്റെ മേധാവിയായിരുന്ന പ്രൊഫസർ ക്ലാപ്പന പത്മകുമാർ, ഡോക്ടർ ക്ലാപ്പന പത്മകുമാർ, പന്തളം NSS കോളേജിലെ മലയാള അധ്യാപകൻ ഡോക്ടർ സുരേഷ് മാധവ് എന്നിവരടങ്ങുന്ന ജഡ്ജിംഗ് കമ്മിറ്റിയാണ് ഈ പുസ്തകം തിരഞ്ഞെടുത്തിട്ടുള്ളത്. നമ്മൾ കൃതികൾ ക്ഷണിച്ച് ഏകദേശം 70ഓളം പുസ്തകങ്ങളാണ് നമുക്ക് ഇവിടെ ലഭിച്ചത്. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. ചവറയ്ക്ക് അഭിമാനമായി 4 കോടിയുടെ ടൂറിസം പദ്ധതി. ചവറ മുക്കുത്തോട് TS കനാലിന് സമീപമുള്ള 124.9 സെന്റ് സ്ഥലത്താണ് പദ്ധതി നടപ്പാക്കുന്നത്. അക്രഡിറ്റഡ് സ്ഥാപനമായ ഹാബിറ്റാറ്റ് ടെക്നോളജി ഗ്രൂപ്പിനാണ് നിർമ്മാണ ചുമതല. ടൂറിസം പദ്ധതിയുടെ ശിലാസ്ഥാപന കർമ്മം ഡോക്ടർ സുജിത് വിജയൻപിള്ള MLA നിർവഹിച്ചു. നവകേരള സദസ്സിൽ ഉൾപ്പെടുത്തി ചവറ നിയോജക മണ്ഡലത്തിൽ നടപ്പാക്കുന്ന ടൂറിസം പദ്ധതിയുടെ ശിലാസ്ഥാപന കർമ്മമാണ് ഡോക്ടർ സുജിത് വിജയൻപിള്ള MLA നിർവഹിച്ചത്. ചവറ മുക്കുത്തോട് TS കനാലിന് സമീപമുള്ള
124.9 സെന്റ് ഭൂമിയിലാണ് പ്രകൃതി സൗഹൃദ ഓപ്പൺ എയർ ഓഡിറ്റോറിയം, സ്റ്റേജ്, കുട്ടികൾക്കും മുതിർന്നവർക്കും വ്യായാമ സൗകര്യം, നടപ്പാത, ഓപ്പൺ ജിംനേഷ്യം, കഫറ്റേരിയ, കുട്ടികളുടെ പാർക്ക്, ബോട്ട് ജെട്ടി തുടങ്ങിയവ നിർമ്മിക്കുന്നത്. അക്രഡിറ്റഡ് സ്ഥാപനമായ ഹാബിറ്റാറ്റ് ടെക്നോളജി ഗ്രൂപ്പിനാണ് നിർമ്മാണ ചുമതല. ഇവിടുത്തെ കണ്ടൽക്കാടുകളും സംരക്ഷിക്കും. ദേശീയ ജലപാത, നീണ്ടകര വട്ടക്കായൽ, അഷ്ടമുടിക്കായൽ, സാമ്പ്രാണിക്കോടി എന്നിവിടങ്ങളിലേക്ക് സഞ്ചാരികൾക്ക് അവിടെ നിന്നും വന്നുപോകാൻ ബോട്ട് സൗകര്യമുണ്ടാകും. ടൂറിസ്റ്റുകളെ കൂടി ആകർഷിക്കുന്ന വിധത്തിൽ 5 മാസത്തിനുള്ളിൽ പദ്ധതി പൂർത്തീകരിക്കാനാണ് ലക്ഷ്യമിടുന്നതെന്നും പദ്ധതി പൂർത്തിയാകുന്നതോടെ ചവറ ടൂറിസം ഭൂപടത്തിൽ ഇടം നേടുമെന്നും ഡോക്ടർ സുജിത് വിജയൻപിള്ള MLA പറഞ്ഞു. ഇന്ന് നാളെ മറ്റന്നാളെ ഒക്കെ നോട്ടിഫിക്കേഷൻ വരാം. നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ പിന്നെ അത് കാരണം ഒരു ഡിലേ വരരുതല്ലോ. കാരണം നല്ലൊരു കാലാവസ്ഥയിൽ ഇത് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇവിടെ കൂടുതലും ചതിപ്പാണ്, വെള്ളക്കെട്ടാണ്. അപ്പോൾ ഈ ഡിസംബർ ജനുവരി മാസത്തിൽ കുറേ പണികൾ അങ്ങ് ചെയ്ത് തീർത്ത് കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് മണ്ണിൻ്റെ പണികൾ ചെയ്ത് തീർത്താൽ ഗുണകരമാകും എന്നുള്ളത് കൊണ്ടാണ് ഈ പറഞ്ഞ ദിവസങ്ങൾ. മാത്രമല്ല ഈ പഞ്ചായത്ത് ചെയ്തിട്ടുള്ള ഒരു പ്രവൃത്തിയുണ്ട് ഇതിൻ്റെ ഭാഗമായിട്ട്. അപ്പോൾ എനിക്ക് വലിയൊരു ആവശ്യം 1.25 ഏക്കർ സ്ഥലം ഏതാണ്ട് കൈവിട്ട പോലെയായിരുന്നു. അപ്പോൾ അത് തിരിച്ചു പിടിക്കാൻ വേണ്ടി ഈ പഞ്ചായത്ത് ഭരണസമിതി നടത്തിയ ഒരു വലിയ ശ്രമം, അത് കഴിഞ്ഞിട്ട് ഇങ്ങനൊരു പദ്ധതി അവരുടെ ബ്രെയിൻ ചൈൽഡാണ്, അതിൻ്റെ എംബ്രിയോണിക് ചൈൽഡ് എന്ന് പറഞ്ഞാൽ അവർക്ക് മാത്രം അർഹതപ്പെട്ടതാണ്. ആ 23 അംഗ ഭരണസമിതിയാണ് ഇത് ആദ്യമായിട്ട് ഈ കൺസെപ്റ്റ് മുന്നോട്ട് കൊണ്ടുവരുന്നത്. പിന്നീടാണ് അത് ഷെയർ ചെയ്യപ്പെടുന്നതും. അവരിൽ നിന്നാണ് ഈ പറഞ്ഞ കണക്ക് ഈ വലിയ രീതിയിലുള്ള ശരിക്കും മുഖ്യത്തോട് മുതൽ ആ ഗ്രൗണ്ട് മുതൽ നമ്മൾ അതിലെ കൂടെ ഒരു നടപ്പാല ബോധമിട്ട് ഇങ്ങോട്ട് കണക്ട് ചെയ്യുന്ന രീതിയിലൊക്കെയായിരുന്നു പദ്ധതി പ്ലാൻ ചെയ്തത്. പക്ഷെ അതൊക്കെ നമ്മൾ പിന്നെ സ്ഥലലഭ്യത ഇല്ലാത്തതിനാൽ കട്ട് ഷോട്ട് ചെയ്യേണ്ടി വരും. കുറേയൊക്കെ കട്ട് ഷോട്ട് ചെയ്തിട്ടുണ്ട്. ചവറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് JR സുരേഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. ടൂറിസം ഭൂപടത്തിൽ ചവറയുടെ സ്ഥാനം പിടിക്കത്തക്ക രീതിയിലുള്ള വലിയ അനന്ത സാധ്യതകളുള്ള ഒരു പദ്ധതിയായിട്ട് ഇത് മാറുകയാണ്. നമുക്കിത് ഫലപ്രദമായി കൊണ്ടു നടക്കാൻ കൂടി കഴിയണം. മാറി വരുന്ന പഞ്ചായത്ത് കമ്മിറ്റികൾ അല്ലെങ്കിൽ മാറി വരുന്ന ജനപ്രതിനിധികൾ അവർക്ക് ഇത് ഫലപ്രദമായി കൊണ്ടു നടക്കാൻ കഴിയണം. അവരെ കൊണ്ട് ചെയ്യിക്കാൻ നമുക്കും കഴിയണം, ഈ നാട്ടിലെ ജനങ്ങൾക്കും കഴിയണം. പദ്ധതികൾ പലതും നമ്മൾ പലയിടത്തും തുടങ്ങാറുണ്ട്. പക്ഷെ അതിന്റെ ഫലപ്രദമായ നടത്തിപ്പ്, പദ്ധതി രൂപകൽപ്പന ചെയ്യുന്നത്, പദ്ധതി വിഭാവനം ചെയ്യുന്നത്, അത് ചെയ്തു കഴിഞ്ഞാൽ പദ്ധതി ഇംപ്ലിമെന്റ് ചെയ്യുന്നത്, ആ ഘട്ടവും കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ഒരു ഘട്ടം പദ്ധതി ഫലപ്രദമായിട്ട് ഉപയോഗിക്കുന്നത്, കൊണ്ടു നടക്കുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം. ആ ഉത്തരവാദിത്വം കൂടി നമ്മൾ നിർവഹിക്കും. അതിന് ഈ നാട്ടിലെ ജനങ്ങളുടെ പൂർണ്ണമായ സഹകരണവും പിന്തുണയും ഉണ്ടാകണം. എങ്കിൽ മാത്രമേ ഇത് ഉദ്ദേശിച്ച രീതിയിൽ, നമ്മൾ മനസ്സിൽ കാണുന്ന രീതിയിൽ, നമ്മളുടെ സങ്കല്പത്തിനനുസരിച്ച് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. ഗ്രാമപഞ്ചായത്ത് അംഗം K സുരേഷ് കുമാർ സ്വാഗതം പറഞ്ഞു. LSGD എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി മനോജ് നന്ദി പറഞ്ഞു. ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് CP സുധീഷ് കുമാർ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പ്രിയ ഷിനു, വൈസ് പ്രസിഡന്റ് IJ ലക്ഷ്മി, സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാരായ അബ്ദുൾ ലത്തീഫ്, വിജിമോൾ, സോഫിത തുടങ്ങിയവരും വിവിധ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക പ്രവർത്തകരും പ്രദേശവാസികളും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചവറ. 200 ദിനങ്ങൾ പിന്നിട്ട് സാന്ത്വന സാരഥി പദ്ധതി. ചവറ ഉപജില്ലാ പരിധിയിലുള്ള ചലനപരിമിതി നേരിടുന്ന ഭിന്നശേഷി കുട്ടികൾക്ക് തെറാപ്പി സേവനം ഉറപ്പാക്കുന്ന പദ്ധതിയാണ് സാന്ത്വന സാരഥി. ചവറ BRC, ചവറ ബ്ലോക്ക് പഞ്ചായത്തും സംയുക്തമായാണ് പദ്ധതി നടപ്പാക്കുന്നത്. ചവറ BRCയും ചവറ ബ്ലോക്ക് പഞ്ചായത്തും സംയുക്തമായി നടപ്പിലാക്കി വരുന്ന സാന്ത്വന സാരഥി പദ്ധതി 200 തെറാപ്പി ദിനങ്ങൾ പിന്നിട്ടു. ചവറ ഉപജില്ലാ പരിധിയിലുള്ള ചലന പരിമിതി നേരിടുന്ന ഭിന്നശേഷി കുട്ടികൾക്ക് തെറാപ്പി സേവനം ഉറപ്പാക്കുന്നതിന് വേണ്ടി ആരംഭിച്ച മൊബൈൽ പദ്ധതിയാണ് സാന്ത്വന സാരഥി. ഇതിന്റെ ഭാഗമായി സംഘടിപ്പിച്ച ആഘോഷ പരിപാടി ഡോക്ടർ സുജിത് വിജയൻപിള്ള MLA ഉദ്ഘാടനം ചെയ്തു. സാന്ത്വന സാരഥി എന്ന ഈ ഒരു പദ്ധതി ഭിന്നശേഷി കുട്ടികളെ അവരുടെ വാഹന സൗകര്യം, ചികിത്സയ്ക്കായിട്ടുള്ള വാഹന സൗകര്യം ഏർപ്പെടുത്തുന്ന ഒരു പദ്ധതി അതിന്റെ 200ാം ദിവസം ഇതിലൂടെ കടന്നു പോവുകയാണ്. ആഘോഷം തീർച്ചയായിട്ടും നമ്മളെ സന്തോഷിപ്പിക്കുന്ന ഒരു പ്രവൃത്തിയാണ്. നമ്മുടെ കേരളത്തിലുള്ള BRCകളിൽ ഭിന്നശേഷി കുട്ടികൾക്കായിട്ട് ഏറ്റവും മികച്ച സേവന പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു BRCയാണ് ചവറ BRC. ഈ ഒരു പ്രത്യേകത പാലിച്ചുകൊണ്ട് തന്നെ ഒരു മോഡൽ BRCയായി ഉയർത്തുന്ന കേരള സർക്കാർ തീരുമാനിക്കുകയും അതിന്റെ ഭാഗമായി ഭിന്നശേഷി കുട്ടികൾക്ക് കൂടുതൽ സൗകര്യം ഒരുക്കുന്ന രീതിയിലുള്ള ഒരു തെറാപ്പി സെന്റർ അടക്കം ഓഫീസ് സൗകര്യങ്ങളൊക്കെ ഉണ്ട്. 25 ലക്ഷം രൂപ സർക്കാർ അനുവദിച്ചിട്ടുണ്ട്. ഒരു ടെൻഡർ നടപടികളും പൂർത്തീകരിച്ചിട്ടുണ്ട്. അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉടൻ തന്നെ ആരംഭിക്കാനുള്ള ഘട്ടത്തിലാണ്. അത് കൂടുതൽ സൗകര്യങ്ങൾ കുഞ്ഞുങ്ങളുടെ ഫിസിയോതെറാപ്പിയുമായി ബന്ധപ്പെട്ടും ഒക്കെ തന്നെ നൽകുന്നതാണ്. ചവറ BPC കിഷോർ K കൊച്ചയം അധ്യക്ഷത വഹിച്ചു. ചവറ BRC ട്രെയിനർ മേരി ഉഷാപ്പി സ്വാഗതം പറഞ്ഞു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് തുപ്പാശ്ശേരി ആശംസ അറിയിച്ചു.
അവർക്ക് ഫിസിയോതെറാപ്പി ചെയ്യേണ്ടതായി വന്നാൽ ആ അമ്മയോ അച്ഛനോ ആ കുഞ്ഞിനെ ഫിസിയോതെറാപ്പി സെന്ററിലേക്ക് കൊണ്ടുപോകണം. അത് വാഹനം ഓട്ടോ വിളിച്ച് കൊണ്ടുപോകണം, തിരിച്ച് ഓട്ടോ വിളിച്ച് കൊണ്ടുവരണം. അവർ വീണ്ടും ആ ദിവസത്തെ ബുദ്ധിമുട്ടുകൾ, അവരുടെ യാത്രാ ബുദ്ധിമുട്ടുകൾ, അന്നേ ദിവസം ജോലിക്ക് പോകാൻ കഴിയാത്ത ബുദ്ധിമുട്ട്, ഇതെല്ലാം കൂടി പരിശോധിക്കപ്പെടുമ്പോൾ വളരെ അഭിമാനത്തോടുകൂടി പറയാൻ കഴിയും, ഈ ബ്ലോക്ക് പഞ്ചായത്തിന്റെ പരിധിയിൽ ബ്ലോക്ക് പഞ്ചായത്ത് നടപ്പിലാക്കിയ നൂതന പദ്ധതിയാണ് സാന്ത്വന സാരഥി എന്നത്. ആ പദ്ധതിയിലൂടെ ഈ ബ്ലോക്ക് പഞ്ചായത്തിന്റെ പരിധിയിൽ ഒരു ഭിന്നശേഷിക്കാരായ കുട്ടികളും ഒരു ഭിന്നശേഷിക്കാരുടെ രക്ഷകർത്താക്കളും ഇനി ഫിസിയോതെറാപ്പി സെന്ററിലേക്ക് പോകേണ്ട, ഫിസിയോതെറാപ്പിസ്റ്റിനെ കയറ്റിയുള്ള വാഹനം കൃത്യമായ ദിവസങ്ങളിൽ അവരുടെ വീടുകളിലെത്തി വീട്ടിൽ ചെന്ന് ഫിസിയോതെറാപ്പി ചെയ്യുന്ന സംവിധാനം രൂപപ്പെടുത്തിയ കേരളത്തിലെ ആദ്യത്തെ ബ്ലോക്ക് പഞ്ചായത്ത് നമ്മുടെ ചവറയാണ് എന്ന് അഭിമാനത്തോടുകൂടി പറയുവാൻ ഈ അവസരം ഞാൻ വിനിയോഗിക്കുകയാണ്. കൊല്ലം SSK ജില്ലാ പ്രോഗ്രാം ഓഫീസർ സബീന എസ്, ചവറ BRC ട്രെയിനർ സബിത എസ്, ചവറ GHSS പ്രഥമാധ്യാപിക അജിതകുമാരി P, ചവറ സെന്റ് ലിഗോറിയസ് LPS പ്രഥമാധ്യാപകൻ S ജോസ്, ചവറ BRC സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ അഗ്നിജ PRS തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചവറ. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ ബ്രോഡ്കാസ്റ്റ് ഡിജിറ്റൽ കേബിൾ എക്സിബിഷൻ മെഗാ കേബിൾ ഫെസ്റ്റ് 6 മുതൽ 8 വരെ നടക്കും. എറണാകുളം കടവന്ത്ര രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിലാണ് ഫെസ്റ്റ് നടക്കുന്നത്. 6 രാവിലെ 10:30 മേയർ അഡ്വക്കേറ്റ് M അനിൽകുമാർ ഉദ്ഘാടനം ചെയ്യും. COA സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ അധ്യക്ഷത വഹിക്കും. മാധ്യമ സെമിനാർ, ടെക്നിക്കൽ സെമിനാർ, ലീഡേഴ്സ് മീറ്റ്, ശില്പശാല തുടങ്ങിയവയും ഇതോടനുബന്ധിച്ച് സംഘടിപ്പിക്കും. ഭിന്നശേഷി വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് ലഭിച്ചില്ല. രക്ഷിതാക്കൾ നഗരസഭാ ചെയർപേഴ്സന്റെ ഓഫീസ് മുറിയിൽ കുത്തിയിരിപ്പ് സമരം നടത്തി. പുനലൂർ മുനിസിപ്പാലിറ്റി CDPOയ്ക്ക് വന്ന പിഴവാണ് സ്കോളർഷിപ്പ് ലഭിക്കാൻ വൈകുന്നതിന്റെ പ്രധാന കാരണമെന്ന് രക്ഷിതാക്കൾ പറയുന്നു. ഭിന്നശേഷി വിദ്യാർത്ഥികൾക്ക് മുനിസിപ്പാലിറ്റിയിൽ നിന്ന് ലഭിക്കേണ്ട സ്കോളർഷിപ്പ് ലഭിക്കാത്തതിനെ തുടർന്നാണ് രക്ഷിതാക്കൾ പുനലൂർ നഗരസഭാ ചെയർപേഴ്സന്റെ ഓഫീസ് മുറിയിൽ കുത്തിയിരുന്ന് പ്രതിഷേധം നടത്തിയത്. നിങ്ങൾക്കിതൊന്നും മനസ്സിലാവത്തില്ല. ഞാൻ ചോദിച്ചാൽ അതെന്താ മനസ്സിലാവാത്തത്? മനസ്സിലാവുന്നവരുടെ കൈ കൊടുക്കാൻ. ഞാൻ ചോദിച്ച ഭിന്നശേഷി ഒരു കുഞ്ഞുണ്ട്, അതിന്റെ കൈ കൊടുത്താൽ മതിയോ എന്ന് ചോദിച്ചു. ഇവർ ആ കംപ്ലൈന്റ് കൊണ്ട് സ്കൂളിൽ ചെന്ന് ഇവിടുത്തെ ഒരു പേരന്റിന്റെ ഇതാ പറഞ്ഞെന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് ഈ വാട്സാപ്പൊന്നുമില്ല. ഞാൻ സംസാരിച്ചത് കാര്യം വെച്ചാൽ എനിക്ക് അത്രയ്ക്ക് ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ സംസാരിച്ചത്. ഇവർക്കത് പറഞ്ഞേ മനസ്സിലാവുന്നില്ലല്ലോ. ഇവർ ഇന്ന് തരാം, നാളെ തരാൻ മറ്റേതാണ്. ഇത് തന്നെ പ്രതീക്ഷിച്ച് ഇത്രയും രക്ഷകർത്താക്കൾ, ഇത്രയല്ല ഇതിലും കൂടുതൽ രക്ഷകർത്താക്കൾ ഓരോ മുന്നേറ്റത്ത് വരണം, അത് വരാതുകൊണ്ടാണ് അവർ വരാത്തത്. മുനിസിപ്പൽ പ്ലാൻ ഫണ്ടിൽ നിന്നും 19 ലക്ഷം രൂപ ഇതിനായി അനുവദിച്ചിരുന്നു. എന്നാൽ വിദ്യാർത്ഥികൾക്ക് ഇതുവരെയും തുക ലഭിച്ചിട്ടില്ല. സർക്കാർ ഫണ്ടിൽ നിന്നും തുക പാസാക്കുന്നതിനായി ബില്ല് എഴുതി നൽകിയ തുകയിൽ പുനലൂർ മുനിസിപ്പാലിറ്റി CDPOയ്ക്ക് വന്ന പിഴവാണ് സ്കോളർഷിപ്പ് ലഭിക്കാൻ വൈകുന്നതിന്റെ പ്രധാന കാരണമായി രക്ഷിതാക്കൾ പറയുന്നത്. കുട്ടികളുടെ പ്രയാസങ്ങൾ എവിടേക്കും ഞങ്ങൾ കാര്യങ്ങൾക്ക് മുമ്പോട്ട് പോകും. എന്റെ ജീവിതം തന്നെയാണ്. പലതവണ ഇതുമായി ബന്ധപ്പെട്ട് രക്ഷിതാക്കൾ നഗരസഭയിൽ കയറിയിറങ്ങിയെങ്കിലും സ്കോളർഷിപ്പ് വൈകുന്നതിന്റെ കാരണം CDPO അറിയിച്ചിരുന്നില്ല. 19 ലക്ഷം എഴുതി നൽകുന്നതിന് പകരം 1,90,000 രൂപ എന്ന് എഴുതി നൽകിയതാണ് ഉദ്യോഗസ്ഥന് പറ്റിയ പിഴവ്. എന്നാൽ ഇവർ ഇത് മറ്റുദ്യോഗസ്ഥരെയോ കൗൺസിലിനെയോ അറിയിച്ചതുമില്ല. ഈ പ്രോജക്റ്റിൽ അതാത് നിർവഹണ ഉദ്യോഗസ്ഥർ, നിങ്ങൾക്ക് ഈ നമ്മൾ ഈ പറയുന്ന വിഷയത്തിൽ നിർവഹണ ഉദ്യോഗസ്ഥർ എന്ന് പറഞ്ഞാൽ CDPO ആണ്. അപ്പൊ അതാത് ബന്ധപ്പെട്ട നിർവഹണ ഉദ്യോഗസ്ഥരാണ് ആ പ്രോജക്റ്റ് വെക്കുന്നത്. അപ്പൊ കൃഷിയുടെ ആണെങ്കിൽ അവർ വെക്കും, അല്ലെങ്കിൽ ഈ സാമൂഹിക ക്ഷേമമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണെങ്കിൽ CDPO വെക്കും. അങ്ങനെ കൃത്യമായി ഈ പ്രോജക്റ്റുകൾ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അതിനകത്തൊന്നും ഒരു വിഷയം വന്നതായിട്ട് ഇന്ന് വരെ നമുക്കറിയില്ല. ഇപ്പൊ വന്ന ഒരു വീഴ്ച എന്ന് പറയുന്നത് നിർവഹണ ഉദ്യോഗസ്ഥരുടെയാണ്. നഗരസഭ ഇപ്പൊ പ്രതിപക്ഷ നേതാവടക്കം UDFന്റെ പാർലമെന്ററി പാർട്ടി ലീഡറടക്കമുണ്ട്. നഗരസഭ ഫണ്ട് വെക്കാനിട്ടല്ല, എല്ലാ മേഖലയ്ക്കും ബന്ധപ്പെട്ട് വെക്കേണ്ട തുക വെച്ചിട്ടാണ് ബാക്കി പ്രോജക്റ്റുകൾ നമ്മൾ എടുക്കാറുള്ളത്. ആനുപാതികമായി ഇത്രയും നാളും ഒരു വിഷയം ഉള്ളതായി നമുക്കറിയില്ല. സ്കോളർഷിപ്പ് ലഭിക്കാത്തതിനാൽ സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന രക്ഷിതാക്കൾ കുട്ടികളുടെ പഠനത്തിനും മരുന്നുകൾക്കുമായി എന്ത് ചെയ്യണമെന്നറിയാതെ ബുദ്ധിമുട്ടിലായിരിക്കുകയാണ്.
ഇതെന്താ താമസം? കുഞ്ഞുങ്ങളുടെ അവരുടെ മറ്റുള്ള ആവശ്യങ്ങൾ ഇതെല്ലാം നടത്തുന്ന ഈ ഒരു തുക കൊണ്ടാ. നിങ്ങളുടെ കയറി ഇറങ്ങിയതാ. എല്ലാ പ്രാവശ്യം കയറി ഇറങ്ങിയെന്നറിയാവോ? ഇവരെ നിർത്തിയിട്ട് നമുക്ക് ജോലിക്ക് പോലും പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. മുനിസിപ്പാലിറ്റി ഉദ്യോഗസ്ഥർക്ക് പറ്റിയ വീഴ്ച മനുഷ്യത്വരഹിതമാണെന്ന് മുനിസിപ്പൽ പ്രതിപക്ഷ നേതാവ് ജി ജയപ്രകാശ് അറിയിച്ചു. നഗരസഭയിൽ നിന്ന് നൽകാത്തതിന്റെ അടിസ്ഥാന പ്രശ്നങ്ങൾ ഞങ്ങൾ ഈ വിഷയം കഴിഞ്ഞ ദിവസം കൗൺസിലിൽ ചോദിച്ചു. ബന്ധപ്പെട്ട സെക്രട്ടറിയും നഗരസഭ ചെയർപേഴ്സണും അവിടെ ഇരിക്കുന്നത്. ഇത് CDPO ഈ CDPO ഇത് എൻ്റർ ചെയ്തപ്പോൾ പ്രോജക്റ്റ് എൻ്റർ ചെയ്തപ്പോൾ 19 ലക്ഷം രൂപയാണ് ഈ പദ്ധതിക്ക് ആവശ്യമായ തുക. അവരിവിടെ എൻ്റർ ചെയ്ത് കൊടുത്തത് 1,90,000 രൂപ മാത്രമാണ്. അപ്പോൾ ഒരു 0 വിട്ടുപോകുക എന്ന് പറയുന്നത് ചെറിയ കാര്യമാണ്. ഈ പാവപ്പെട്ട ഭിന്നശേഷിക്കാരായ ആളുകൾക്ക് തുക നൽകുന്നത് ബന്ധപ്പെട്ട സെക്രട്ടറി ഉണ്ട്. അവരുടെ സെക്രട്ടറി കാര്യത്തിൽ വിശദീകരണം പറയണം. കാര്യം ഇത് ആളുകൾ അവര് ഞാൻ ചോദിക്കുന്നത് ഒരു ഭിന്നശേഷിയുള്ള ഒരു കുഞ്ഞിന്റെ വീട്ടിലെ അവസ്ഥ എത്രത്തോളം മോശമാണ്. ആ അവസ്ഥയിൽ അവര് ഈ ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ പോലും അവർ പ്രതീക്ഷയോടെ നിന്നത് ഇവിടെ പറഞ്ഞത് 3,000 രൂപ വെച്ച് കൊടുക്കുന്നത് എന്തോ പിച്ചക്കാശ് കൊടുക്കുന്നു. ഈ പദ്ധതി വെച്ചിട്ടും ഈ വെച്ച പദ്ധതിയുടെ തുക ഇവിടെ ഡിമാൻഡ് ചെയ്യേണ്ടതാരാ? അവരാണ്. ഇത്ര തുക ആവശ്യമുണ്ട്. അവരിവിടെ 19 ലക്ഷം രൂപ ഡിമാൻഡ് ചെയ്തപ്പോൾ എത്ര വന്നത്? ഇവിടെ 1,90,000 രൂപ. ആ 1,90,000 രൂപ വെച്ചാൽ നിങ്ങൾക്ക് എത്ര കിട്ടാൻ പറ്റത്തുള്ളൂ? 3,000. അതാണ് പറയുന്നത്. ഞാൻ ചോദിക്കുന്നത് അവരിത് ചെയ്യേണ്ട ഒരു ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് വീഴ്ച ഉണ്ടായി. നഗരസഭ ചെയർപേഴ്സണോട് സെക്രട്ടറി നടപടി ഉണ്ടാവണം. ഇന്ന് നടപടി ഉണ്ടാവണം. ഈ നഗരസഭയുടെ നേതൃത്വത്തിലുള്ള സ്ഥാപനമില്ലേ ന്യൂസ് ബ്യൂറോ, പുനലൂർ. ദേവികുളങ്ങര ഗ്രാമപഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ലാബ് കെട്ടിടം ഉദ്ഘാടനം ചെയ്തു. വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 19 ലക്ഷം രൂപ ചെലവഴിച്ചാണ് ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ലാബ് കെട്ടിടം നിർമ്മിച്ചത്. ദേവികുളങ്ങര ഗ്രാമപഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ ലാബ് കെട്ടിടം നിർമ്മിച്ചത്. 19 ലക്ഷം രൂപ ചെലവഴിച്ച് ആധുനിക സൗകര്യങ്ങളോടുകൂടിയാണ് നിർമ്മാണം പൂർത്തിയാക്കിയത്. അഡ്വക്കേറ്റ് യു പ്രതിഭ MLA ഉദ്ഘാടനം നിർവഹിച്ചു. അതിനുശേഷം രോഗം കണ്ടെത്തുന്ന ആളുകൾക്ക് ചെറിയ അസുഖങ്ങളൊക്കെ ആണെങ്കിൽ നമ്മുടെ കുടുംബാരോഗ്യ കേന്ദ്രം വഴി നിങ്ങൾക്ക് അതെല്ലാം ചെയ്യാം. കുറച്ചുകൂടി നമുക്ക് ബുദ്ധിമുട്ടുള്ള രോഗങ്ങളാണ് എങ്കിൽ താലൂക്ക് ആശുപത്രിയിലേക്ക് പോകാം. അവിടെ നിന്നും പറ്റുന്നില്ല എങ്കിൽ മെഡിക്കൽ കോളേജുകളിലേക്ക് പോകാൻ കഴിയും. പക്ഷെ അവിടെയൊക്കെ ഉൾക്കൊള്ളാൻ കഴിയുന്ന എണ്ണം കുറവാണ്. ഇപ്പം കായംകുളം താലൂക്ക് ആശുപത്രിയിൽ 1000 OP ഒക്കെയാണ് ഒരു ദിവസം വരുന്നത്. അതിൽ 10-900 പേർക്കും കറക്റ്റായി ട്രീറ്റ്മെന്റ് കൊടുത്താൽ ഒരു 100 പേര് പലപ്പോഴും പുറന്തള്ളിപ്പോകും. ദേവികുളങ്ങര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് S പവനനാഥൻ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് നീതുഷ രാജ് സ്വാഗതം പറഞ്ഞു. മുതുകുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അംബുജാക്ഷി, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ S രേഖ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലീന രാജു, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രജനി ബിജു, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ശ്യാമ വേണു, T ശ്രീലത, മെഡിക്കൽ ഓഫീസർ ഡോക്ടർ MV അനൂപ്, ദേവികുളങ്ങര ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി അമൃത T മോഹൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കായംകുളം. DTPC പട്ടക്കടവ് ടൂറിസ്റ്റ് ബോട്ട് ജെട്ടി റോഡിന്റെ നിർമ്മാണോദ്ഘാടനം നടത്തി. MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 15 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് റോഡ് നിർമ്മിക്കുന്നത്. പടിഞ്ഞാറെ കല്ലടയിൽ നടന്ന ചടങ്ങിൽ കോവൂർ കുഞ്ഞിമോൻ MLA നിർമ്മാണോദ്ഘാടനം നിർവഹിച്ചു. DTPC പട്ടകടവ് ടൂറിസ്റ്റ് ബോട്ട് ജെട്ടി റോഡിന്റെ നിർമ്മാണോദ്ഘാടനം നടത്തി. കോവൂർ കുഞ്ഞുമോൻ MLA ഉദ്ഘാടനം നിർവഹിച്ചു. അപ്പുറത്തെ സൈഡിലുള്ള വീട്ടുകാർക്ക് പ്രധാനപ്പെട്ട പാത ഉപയോഗിക്കാൻ കഴിയും. ആദ്യ റീച്ചിൽ 15 ലക്ഷം രൂപയാണ് അനുവദിക്കപ്പെട്ടിട്ടുള്ളത്. ഇതിൻ്റെ ഘട്ടമനുസരിച്ച് ബാക്കി തുക കൂടി അനുവദിക്കും. എന്തായാലും കഴിഞ്ഞ ഒരാഴ്ചയായി പടിഞ്ഞാറേക്കല്ലടയിൽ നിരവധി പ്രവർത്തനങ്ങൾ ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞിരിക്കുകയാണ്. MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 15 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് റോഡ് നിർമ്മിക്കുന്നത്. പടിഞ്ഞാറേക്കല്ലട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ പ്രധാന വഴിയായി വലിയ പാതയായിരുന്നു ടൂറിസ്റ്റുകൾക്ക് വരാനുള്ളത്. ആ ടൂറിസ്റ്റ് പാത ഇപ്പോൾ നമ്മൾ പുതുതായിട്ട് ഏറ്റെടുക്കുകയാണ്. പട്ടകടവ് രതീഷ്, സുധാകുമാരി, സുനിതാദാസ്, ഷീലാകുമാരി, കലാദേവി, സാബു പട്ടകടവ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട. കരുനാഗപ്പള്ളി താലൂക്ക് ആശുപത്രിയിൽ ദന്തൽ വിഭാഗത്തിൽ നവീകരിച്ച ഡിജിറ്റൽ സിറാമിക് ലാബ് പ്രവർത്തനം തുടങ്ങി. ദന്തൽ യൂണിറ്റ് കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിന്റെ ഭാഗമായി നഗരസഭയുടെ നേതൃത്വത്തിൽ 43 ലക്ഷം രൂപയുടെ ഉപകരണങ്ങളാണ് ഇതിനായി വാങ്ങിയത്.
സംസ്ഥാനത്ത് അപൂർവം സർക്കാർ ആശുപത്രികളിൽ മാത്രമുള്ള ഉപകരണങ്ങളാണ് ഇവിടെയുള്ളത്. സ്ഥിരമായി പല്ലുകൾ വയ്ക്കുന്നതിനുള്ള സൗകര്യവും ഇവിടെയുണ്ടാകും. കരുനാഗപ്പള്ളി താലൂക്ക് ആശുപത്രിയിൽ ഡെന്റൽ വിഭാഗത്തിൽ നവീകരിച്ച ഡിജിറ്റൽ സിറാമിക് ലാബ് പ്രവർത്തനം തുടങ്ങി. ഡെന്റൽ യൂണിറ്റ് കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിന്റെ ഭാഗമായി നഗരസഭയുടെ നേതൃത്വത്തിൽ 43 ലക്ഷം രൂപയുടെ ഉപകരണങ്ങളാണ് പുതിയതായി ഇതിനായി വാങ്ങിയത്. സംസ്ഥാനത്ത് അപൂർവം സർക്കാർ ആശുപത്രികളിൽ മാത്രമുള്ള ഉപകരണങ്ങളാണ് ഇവിടെ ഉള്ളത്. സ്ഥിരമായി പല്ലുകൾ വയ്ക്കുന്നതിനുള്ള സൗകര്യം ഇവിടെ ഉണ്ടാകും. വളരെ വേഗത്തിലും കൃത്യതയോടെയും ഒരേ സമയം ഒട്ടേറെ പേർക്ക് സേവനം നൽകാമെന്നതും ഇതിന്റെ പ്രത്യേകതയാണ്. നഗരസഭാ ചെയർമാൻ പടിപ്പുര ലത്തീഫ് ഉദ്ഘാടനം നിർവഹിച്ചു. ദക്ഷിണ കേരളത്തിലെ സർക്കാർ ആശുപത്രികളിൽ ആദ്യമായാണ് ഡിജിറ്റൽ സെറാമിക് സംവിധാനം ഉണ്ടാക്കുന്നതെന്ന് ചെയർമാൻ പറഞ്ഞു. നമ്മുടെ താലൂക്ക് ആശുപത്രിയുടെ വികസന പ്രവർത്തനങ്ങളും നിർമ്മാണ പ്രവർത്തനങ്ങളും അതിവേഗം പുരോഗമിച്ചു. 2 മാസത്തിനകം വെച്ച് തന്നെ ഈ താലൂക്ക് ഹോസ്പിറ്റൽ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നു. ഇപ്പോഴുള്ള പരിമിതമായ സൗകര്യങ്ങൾ നമുക്ക് മാറ്റി ഒരു പുതിയ ഹോസ്പിറ്റലായിട്ട് ഉടൻ തന്നെ ഈ ഹോസ്പിറ്റൽ പ്രവർത്തനം നമുക്ക് തുടങ്ങാൻ. അതിന് മുന്നോടിയായിട്ടാണ് ഇന്ന് ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ട ഡിജിറ്റൽ ലാബ് 43 ലക്ഷം രൂപ ചെലവഴിച്ച് ആധുനിക സൗകര്യത്തോടുകൂടി കേരളത്തിൽ താലൂക്ക് ഹോസ്പിറ്റലിന് ആദ്യമായിട്ട് ഈ തെക്കൻ കേരളത്തിൽ തന്നെ ഡെന്റൽ കോളേജുള്ളവർക്ക് പോലും ഇല്ലാത്ത സൗകര്യത്തിലാണ് നമ്മൾ ഇപ്പോൾ ഈ ആധുനിക രീതിയിൽ ഡിജിറ്റൽ ഡെന്റൽ ലാബ് തുടങ്ങിയിരിക്കുന്നത്. വൈസ് ചെയർപേഴ്സൺ ഷഹന നസീം, സ്ഥിരം സമിതി അധ്യക്ഷരായ എസ് ഇന്ദുലേഖ, ഡോക്ടർ പി മീന, റജി ഫോട്ടോപാർക്ക്, മഹേഷ് ജയരാജ്, എം ശോഭന, വാർഡ് കൗൺസിലർ രമ്യ സുനിൽ, ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ തോമസ് അൽഫോൺസ്, ദന്തൽ വിഭാഗം ഡോക്ടർ ആസാദ്, ആശുപത്രി വികസന സമിതി അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. ഇത് ശരിക്കും നമ്മുടെ ഡെന്റൽ വിഭാഗത്തിന്റെ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന ഒരു ദിവസമാണ്. കാരണം ഇത് കുറച്ചുകൂടി ഒരുപാട് വലിയ രീതിയിൽ നടത്തേണ്ട ഒരു ചടങ്ങാണ്. സമയക്കുറവുകൊണ്ടാണ് നമ്മൾ വളരെ പെട്ടെന്ന് ഇങ്ങനെ ഒരു ഉദ്ഘാടനം നടത്തുന്നത്. ഒരു ഡെന്റൽ വിഭാഗത്തിൽ ഒരു സംസ്ഥാന തലത്തിൽ ആദ്യമായിട്ട് ഇത്രയും ഒരു നൂതനമായിട്ടുള്ള ഉപകരണങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ലാബ് പ്രവർത്തനം തുടങ്ങുക എന്ന് പറഞ്ഞാൽ അത് വളരെ വിശേഷപ്പെട്ട ഒരു കാര്യമാണ്. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതിയുടെ ഭാഗമായി സ്കൂൾ അടുക്കള പച്ചക്കറിത്തോട്ടം പദ്ധതി ഉപജില്ലയിലെ എല്ലാ സ്കൂളുകളിലും നടപ്പാക്കിയതിന്റെ ചവറ ഉപജില്ലാതല പ്രഖ്യാപനം നടത്തി. പന്മനമനയിൽ ശ്രീ ബാലഭട്ടാരക വിലാസം സംസ്കൃത ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഡോക്ടർ സുജിത് വിജയൻപിള്ള MLA പ്രഖ്യാപനം നിർവഹിച്ചു. സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതിയുടെ ഭാഗമായ സ്കൂൾ അടുക്കള പച്ചക്കറിത്തോട്ടം പദ്ധതി ഉപജില്ലയിലെ എല്ലാ സ്കൂളുകളിലും നടപ്പിലാക്കിയതിന്റെ ചവറ ഉപജില്ലാതല പ്രഖ്യാപനം പന്മനമനയിൽ ശ്രീ ബാലഭട്ടാരക വിലാസം സംസ്കൃത ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഡോക്ടർ സുജിത് വിജയൻപിള്ള MLA നിർവഹിച്ചു. ഇതോടനുബന്ധിച്ച് നൂൺമീൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിപുലമായ പച്ചക്കറി തോട്ടമാണ് സ്കൂളിൽ ഒരുക്കിയത്. 100-ൽ പരം ചെടിച്ചട്ടികളിലായി വെണ്ട, വഴുതന, തക്കാളി, പച്ചമുളക്, കോളിഫ്ലവർ എന്നിവയാണ് ആദ്യഘട്ടത്തിൽ കൃഷി ചെയ്യുന്നത്. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം M പ്രസന്നൻ ഉണ്ണിത്താൻ അധ്യക്ഷത വഹിച്ചു. ചവറ ഉപജില്ലാ നൂൺമീൽ ഓഫീസർ K ഗോപകുമാർ പദ്ധതി വിശദീകരണം നടത്തി. സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതിയിൽ മികവ് പുലർത്തിയതിന് മനേൽ സ്കൂളിന് ലഭിച്ച പുരസ്കാരം MLAയിൽ നിന്ന് പ്രധാന അധ്യാപികയും നൂൺമീൽ കോർഡിനേറ്ററും PTA ഭാരവാഹികളും ചേർന്ന് ഏറ്റുവാങ്ങി. പന്മന പഞ്ചായത്തിലെ മികച്ച കുട്ടി കർഷകനായി തെരഞ്ഞെടുക്കപ്പെട്ട സ്കൂളിലെ 5ാം ക്ലാസ് വിദ്യാർത്ഥി നവനീത് കൃഷ്ണനെയും MLA ആദരിച്ചു. പ്രധാന അധ്യാപിക R ഗംഗാദേവി റിപ്പോർട്ട് അവതരിപ്പിച്ചു. യോഗത്തിൽ PTA പ്രസിഡന്റ് ആഷിം ആലിയാർ, SMC ചെയർമാൻ കലാമണ്ഡലം പ്രശാന്ത്, PTA വൈസ് പ്രസിഡന്റ് പന്മന മഞ്ചേഷ്, മദർ PTA പ്രസിഡന്റ് മഞ്ജു M, പ്രിൻസിപ്പൽ JT ബിന്ദു, HM ഫോറം സെക്രട്ടറി അൻസർ CS, HM ഫോറം പ്രസിഡന്റ് പ്രിൻസി റീന തോമസ്, സീനിയർ അസിസ്റ്റന്റ് CV മായ, സ്റ്റാഫ് സെക്രട്ടറി ഷൈൻകുമാർ, നൂൺമീൽ ടീച്ചർ കോർഡിനേറ്റർ വിളയിൽ ഹരികുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചവറ. ഇൻഡോർ സ്റ്റേഡിയം തുറന്നു നൽകി. നഗരസഭാ ചെയർപേഴ്സൺ K പുഷ്പലത ഉദ്ഘാടനം നിർവഹിച്ചു. 5.5 കോടി രൂപ ചെലവഴിച്ചാണ് ഇൻഡോർ സ്റ്റേഡിയത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത്.
2.5 വർഷത്തെ കാത്തിരിപ്പിനൊടുവിലാണ് പുനലൂരിലെ ഇൻഡോർ സ്റ്റേഡിയം കായിക പ്രേമികൾക്കായി തുറന്നു നൽകിയത്. പുനലൂർ നഗരസഭാ ചെയർപേഴ്സൺ കെ പുഷ്പലത ഉദ്ഘാടനം നിർവഹിച്ചു. വൈസ് ചെയർമാൻ രഞ്ജിത്ത് രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ബിനോയ് രാജൻ സ്വാഗതം പറഞ്ഞു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് അനസ് തുടങ്ങി നിരവധി രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക രംഗത്തെ പ്രമുഖരും പങ്കെടുത്തു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് സ്റ്റേഡിയത്തിൽ പ്രദർശന മത്സരവും നടത്തി. 5.5 കോടി രൂപ വിനിയോഗിച്ചാണ് ഇൻഡോർ സ്റ്റേഡിയത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത്. 2 വർഷം മുമ്പ് കായിക മന്ത്രി അബ്ദുറഹ്മാനാണ് പുനലൂർ ഇൻഡോർ സ്റ്റേഡിയം ജനങ്ങൾക്കായി തുറന്നു നൽകിയത്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. പ്രധാന വാർത്തകൾ വീണ്ടും. ബസ്സുകളുടെ മത്സരയോട്ടം, അപകടത്തിൽ മധ്യവയസ്കന് ദാരുണാന്ത്യം. തേവലക്കര മുള്ളിക്കാല സ്വദേശി അബ്ദുൾ മുത്തലിഫാണ് മരിച്ചത്. ബസ്സിനടിയിലേക്ക് തെറിച്ചു വീണ മുത്തലിഫിന്റെ ശരീരത്തിലൂടെ ബസിന്റെ പിൻചക്രം കയറിയിറങ്ങി. ചവറയ്ക്ക് അഭിമാനമായി 4 കോടിയുടെ ടൂറിസം പദ്ധതി. ചവറ മുക്കുത്തോട് TS കനാലിന് സമീപമുള്ള 124.9 സെന്റ് സ്ഥലത്താണ് പദ്ധതി. ഹാബിറ്റാറ്റ് ടെക്നോളജി ഗ്രൂപ്പിനാണ് നിർമ്മാണ ചുമതല. ഭിന്നശേഷി വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് ലഭിച്ചില്ല. പ്രതിഷേധവുമായി രക്ഷിതാക്കൾ. നഗരസഭാ ചെയർപേഴ്സന്റെ ഓഫീസ് മുറിയിൽ കുത്തിയിരിപ്പ് സമരം നടത്തി. CDPOയ്ക്ക് വന്ന പിഴവാണ് സ്കോളർഷിപ്പ് ലഭിക്കാൻ വൈകുന്നതെന്ന് രക്ഷിതാക്കൾ. കരുനാഗപ്പള്ളി താലൂക്ക് ആശുപത്രിയിൽ ദന്തൽ വിഭാഗത്തിൽ നവീകരിച്ച ഡിജിറ്റൽ സിറാമിക് ലാബിൽ സ്ഥിരമായി പല്ലുകൾ വെക്കുന്നതിനുള്ള സൗകര്യം. സംസ്ഥാനത്ത് അപൂർവം സർക്കാർ ആശുപത്രികളിൽ മാത്രമുള്ള ഉപകരണങ്ങൾ. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.